നമസ്കാരം. കുറ്റ്യാടിയിലെ ആ വേദിയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കടിപിടി മെഴുകലിന് ശേഷം ഷാഫി എന്തോ ഒരു ന്യായീകരണവുമായി വന്നിട്ടുണ്ട്. എന്തേ ഒന്ന് കേൾക്കട്ടെ. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നു. നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഷാഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ ബൈ സീനായിട്ട് നമുക്കതങ്ങ് കാണിച്ചു കൊടുക്കാം. ഷാഫി എന്താ പറഞ്ഞേ? കുറ്റ്യാടിയിൽ വാർത്ത കൊടുത്ത് നിങ്ങൾക്ക് തൃപ്തി വന്നില്ലെങ്കിൽ ഇതും കൂടി നിങ്ങൾ കൊടുത്തു വന്നു. മാതൃഭൂമി ടെലികാസ്റ്റ് ചെയ്ത് അതുകൂടി അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ, സീൻ ബൈ സീനായിട്ടും. അതായത് കുറ്റ്യാടിയിൽ നടന്നത് ഷാഫി പ്രസംഗിക്കേണ്ട ഷാഫി എന്ന രീതിയിൽ നിർബന്ധിച്ചുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വാർത്ത കൊടുത്ത് തൃപ്തിയായില്ലെങ്കിൽ, അതായത് വാർത്ത കൊടുത്താണ് പ്രശ്നം, ഞങ്ങൾ അവിടെ കിടന്ന് ഇമ്മാതിരി കടിപിടി നടത്തിയത്, അല്ലെങ്കിൽ ഇമ്മാതിരി ടീം UDFന്റെ സ്പിരിറ്റ് വേദിക്കകത്ത് കിടന്ന് കാട്ടിക്കൂട്ടിയത് അത് പ്രശ്നമേ അല്ല എന്ന രീതിയിൽ ഷാഫി പറഞ്ഞതുപോലെ എങ്ങനെ അങ്ങോട്ട് കാട്ടിക്കൊടുത്തേ. കേരളത്തെ വീണ്ടെടുക്കാൻ കാസർഗോഡ് നിന്ന് തുടങ്ങിയ പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര ഇന്ന് കോഴിക്കോട് കുറ്റ്യാടിയിലെത്തി. ഓർക്കണം, സെമി കേഡർ ടീം UDF ആണ്. നമുക്ക് സീൻ 1 കാണാം. VD സതീശനെ കാണാൻ വന്നവരെക്കാൾ കൂടുതൽ നേതാക്കൾ വേദിയിൽ. ഒറ്റവാക്കിൽ ആശംസ അറിയാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട റസാഖ് വസർ ക്ഷണിക്കുന്നു. ഇനി സീൻ 2. ഒരു ഫോട്ടോ എടുക്കാൻ മുന്നോട്ട് വരാൻ പെടാപ്പാട് പെടുന്ന DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, MP അടൂർ പ്രകാശ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രിയങ്കരനായ VD സതീശൻ നയിക്കുന്ന ഈ ഐത്രയാത്ര ഉജ്ജ്വല മുന്നേറ്റമായി മാറ്റുവാൻ അനുഗ്രഹിച്ച നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ്. സീൻ 3. ഹാരാർപ്പണം. എങ്ങനെയോ ഒരു സൈഡിൽ ഷാഫിയെ കുത്തിക്കയറ്റി. സീൻ 4. അധ്യക്ഷൻ പ്രമോദ് കക്കട്ടിൽ ജാഥ ക്യാപ്റ്റനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നു. എന്നാൽ ഞാൻ പോവുകയാണെന്ന് ഷാഫി. ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട VD സതീശൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. VD സതീശൻ കഴിഞ്ഞാണോ ഞാൻ സംസാരിക്കേണ്ടതെന്നാണ് ഷാഫി ചോദിച്ചത്. പ്രവീൺകുമാർ പരിശ്രമിച്ചു, പക്ഷേ അപ്പോഴേക്കും പ്രസംഗിക്കാൻ സതീശൻ എത്തിക്കഴിഞ്ഞു. VD സതീശൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. സതീഷിന്റെ പ്രസംഗം തീരുന്നു. ഷാഫിയെ വിളിക്കാൻ ശ്രമിക്കുന്നു. മൈക്കിന്റെ അടുത്തെത്തും മുൻപ് അധ്യക്ഷന്റെ കഴുത്തിന് ഷാഫി പിടിക്കുന്നു. സുടുക്കളുടെ രാജകുമാരനായിട്ടുള്ള ഷാഫിയെ സംബന്ധിക്കുന്നിടത്തോളം അപാര തൊലിക്കട്ടിയാണ്. അതായത് കാണ്ടാമൃഗം എന്നൊക്കെ പറഞ്ഞാൽ ഷാഫിയെ കണ്ടാൽ നാണിക്കുള്ളൂ. കാര്യം ഈ സതീശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണല്ലോ. സ്വാഭാവികമായിട്ടും എന്തും ഇതുപോലെ നാട്ടുകാരുടെ കണ്ണാലെ കണ്ടാലും ചെവിയാലെ കേട്ടാലും അതിനെയൊന്നും ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. ഈ കാണുന്ന ജനങ്ങൾ എന്നൊക്കെ പറയുന്നത് എല്ലാം കഴുതകളെന്നാണ് വിചാരം. ഏത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരെ എല്ലാം പരിഗണിച്ചിരിക്കുന്നത് വെറും കഴുതകളായിട്ടാണ്. അതായത് കോൺഗ്രസ്സുകാർ ലീഗുകളുടെ ആണല്ലോ. ഇത്തരം കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടി ഒരു യാത്ര നടത്തുമ്പോൾ പുതുയുഗം സൃഷ്ടിക്കാൻ പോവുകയാണ്. ആ പുതുയുഗത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ വേദിയിൽ നിന്ന് എല്ലാവരും കണ്ടതിന് ശേഷം ഇത്രയും പേര് വേദിക്ക് പുറത്തുണ്ടായിരുന്നെങ്കിൽ ആ പരിപാടി ഹിറ്റായേനെ. അതിന്റെ ദൃശ്യം കാണിക്കാതെ സകലരും നേതാക്കന്മാരാണ് വേദിക്കകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളി ക്യാമറകൾക്ക് മുന്നിൽ എങ്ങനെയാണോ നേതാക്കന്മാർ അഭിനയിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത് അതിന്റെ തീവ്ര വേർഷനാണ് അവിടെ എടുത്ത് അവതരിപ്പിച്ചിറക്കിയത്. എന്നിട്ടാണ് അടുത്ത വേദിയിൽ പോയി പുതിയ ന്യായീകരണം. ഇപ്പോ കുറ്റ്യാടി ഉൾപ്പെടെ ലീഗിന്റെ പ്രദേശത്ത്, എവിടെ വടകര കുറ്റ്യാടി എന്നൊക്കെ പറഞ്ഞാൽ
ലീഗന്മാരെ കൂട്ടിയതിന് ശേഷം ഇതെല്ലാം കോൺഗ്രസ് ആണെന്ന് പറയാൻ ഉളുപ്പുണ്ടോ എന്നൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ പലയിടങ്ങളിലും എന്താണ് അവസ്ഥയെന്ന് നമ്മൾക്ക് ആർക്കും വിശദീകരിക്കേണ്ട കാര്യമില്ല. സ്റ്റേജിൽ ആളുണ്ട്, പരിപാടി കാണാൻ ആളില്ലാത്ത അവസ്ഥയാണ്. ഈ ഒഴിഞ്ഞ കസേരകളൊക്കെ ഇപ്പോൾ എത്തി നിറഞ്ഞിരിക്കുന്നത് അത് ലീഗിന്റെ സ്വാധീന മേഖല അങ്ങ് കടന്നു കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും. അവിടെ അങ്ങ് ഷാഫി എന്ത് ചെയ്യില്ല, വരത്തുമില്ല. അതുകൊണ്ട് ഷാഫിക്ക് ഷോ കാണിക്കാൻ ലീഗന്മാരെ അല്ലെങ്കിൽ സുടുക്കളെ വെച്ച ആളെ കൂട്ടിയതിനു ശേഷം ഈ ഷോ കാണിച്ചത്, അതായത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ അപമാനകരമായിട്ടൊരു യാത്ര കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ ഉദാഹരണമായി മാറിയ സംഭവത്തെക്കുറിച്ചാണ് ഇങ്ങനെ വന്നിട്ട് ഉളുപ്പില്ലാതെ അടുത്ത വേദിയിൽ പഞ്ച് ഡയലോഗ് അടിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. സുഡു രാജകുമാരന്റെ തൊലിക്കട്ടിയും അപാരമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.